നജിബത്താത്ത പോർട്ട്ഫോളിയോ ഡയറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ? ഒരാൾ മെസ്സേജ് അയച്ചതാട്ടോ. നിങ്ങൾക്കറിയോ പോർട്ട്ഫോളിയോ ഡയറ്റ് എന്താണെന്ന്? അറിയില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പോർട്ട്ഫോളിയോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റാണ്. 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. ഇത് ചെയ്യുമ്പോൾ LDL കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. അതായത് നമുക്ക് സോളിബിൾ ഫൈബറും അൺസോളിബിൾ ഫൈബറും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോളിബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കുന്നതാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, അതേപോലെ തന്നെ സോയ മിൽക്ക്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഇനി അൺസോളിബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കാത്ത രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ യൂസ് ചെയ്യാം. അതിലിപ്പോൾ ഓട്സ്, ബാർലി, പിന്നെ വെജിറ്റബിൾ വെണ്ടയ്ക്ക, വഴുതന, ഫ്രൂട്ടിലാണെങ്കിൽ ആപ്പിള്, അതേപോലെ നല്ല സിട്രസ് ആയിട്ടുള്ള വൈറ്റമിൻ സി കണ്ടന്റ് ആയിട്ടുള്ള പുളിയുള്ള ഫ്രൂട്ട്സ്, ബീൻസ്, ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യും. അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡെയിലി ബേസിൽ ഒരാൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ വേണം. ഏറ്റവും കുറഞ്ഞത് 50 ഗ്രാമെങ്കിലും കഴിച്ചിരിക്കണം. ഇനി ഒരാൾ 80 കിലോ 100 കിലോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ 100 കിലോ ഉള്ള ആളാണെങ്കിൽ 100 ഗ്രാം പ്രോട്ടീൻ, 80 കിലോ ഉള്ള ആളാണെങ്കിൽ 80 ഗ്രാം സോയ പ്രോട്ടീൻ ഡെയിലി ബേസിൽ വേണം. ബോഡിക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള മുട്ടയിൽ നിന്നും അതേപോലെ ഇറച്ചിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ഒഴിവാക്കുമ്പോൾ LDL കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. പിന്നുള്ളത് നട്ട്സിൽ നമുക്ക് ബദാം, വാൾനട്ടൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു 3 മാസം ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ LDL കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നല്ല ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, പയർവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ മുളപ്പിച്ചിട്ട് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LDL കൊളസ്ട്രോളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഒരു ഡയറ്റ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാണ്ട് നമ്മൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള നമ്മുടെ ഫുഡ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. രാവിലെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ന്യൂട്രീഷൻ ഫുഡിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഓരോന്നും ഏത് ഫുഡിൽ നിന്ന് കിട്ടുമെന്ന് തിരയുക, അതിൻ്റെ അളവ് കൂടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഫൈബറിൻ്റെയും കണ്ടന്റ് ഒരു കുറഞ്ഞ അളവിൽ ഡെയിലി ബേസിൽ കൃത്യമായിട്ട് കിട്ടും. അതങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു മീൽ റീപ്ലേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വെയിറ്റ് ലോസിനും പറ്റും, വെയിറ്റ് ഗെയിനിനും പറ്റും. അതുപോലെ തന്നെ ഇതൊന്നും ഇല്ല, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടണം എന്നുള്ള രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലായാലും നമ്മൾ ഡെയിലി ബേസിൽ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂട്ടോ എൻ്റെ പേജ്. ഓക്കെ, താങ്ക്